ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. പല ജില്ലകളുടെയും LDC റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ആത്മാർത്ഥമായി പഠിച്ച് ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ച് ലിസ്റ്റിൽ വരാതിരിക്കുകയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഒരു സമയമായിരിക്കാം. എങ്കിലും അവിടെ നിങ്ങൾക്കെല്ലാം സന്തോഷിക്കാവുന്ന ഒരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം വന്ന ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് എന്ന് പറയുന്ന വിജ്ഞാപനം. LD മാത്രമല്ല വേറെയും കുറച്ച് തസ്തികകളുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന തസ്തിക എന്ന് പറയുന്നത് LDC ആണ്. ഓക്കെ, നമ്മുടെ PUCയുടെ LDC പോലെ തന്നെയുള്ളൊരു LDC എന്ന് പറയുന്ന അതേ സാലറി സ്കെയിലൊക്കെയുള്ള ഒരു ജോലിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ LDC. സോ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് 36 ഒഴിവുകളാണ് കേട്ടോ. 36 തസ്തികയിലും 36 ഒഴിവുകളാണ് പറയുന്നത്. പക്ഷേ 36 ഒഴിവാണെങ്കിൽ പോലും 3 വർഷത്തെ കാലാവധിയാണ്. ആ ഒരു കാലാവധിക്കിടയിൽ വരുന്ന തസ്തികകളെല്ലാം, അത്രയും പോസ്റ്റുകളെല്ലാം, വേക്കൻസികളെല്ലാം ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്നുമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസികൾ വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിന്നും ജോലി കിട്ടിയതിന് ശേഷം ആ സമയത്ത് LDC പോലെയുള്ള തസ്തികകൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ കിട്ടുന്ന ആൾക്കാരെ പലരും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വീണ്ടും വേക്കൻസികൾ വരും. സോ വേക്കൻസികൾ ഒരുപാട് വരും. കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 36 എണ്ണം ഇനീഷ്യലി വേക്കൻസി ഇപ്പോൾ ഉണ്ട്. ദെൻ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിലും ക്ഷേത്രാചാരത്തിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അതൊരു പോയിന്റാണ്. ഹിന്ദു മതത്തിൽപ്പെട്ടവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. കാറ്റഗറി നമ്പർ 1/2025 ആണ്. LDC ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ ബോർഡിൻ്റെ പേര്. നിങ്ങൾക്കറിയാം. സാലറി ഇതാണ് 26,500 ബേസിക് ടു 60,700 എന്നുള്ള ഒരു സ്കെയിലാണ് പേ സ്കെയിൽ വരുന്നത്. ദെൻ വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. VHSC പോലെയുള്ള പരീക്ഷകളെല്ലാം എഴുതിയവർക്ക് അങ്ങനെ +2 തത്തുല്യമാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ഒരു യോഗ്യത. പിന്നെ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദെൻ ഓൾറെഡി പറഞ്ഞ പോലെ 36 ഒഴിവുകളാണ് നിലവിലുള്ളത്. പിന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. ഇതിൻ്റെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1989 ജനുവരി 2-ാം തീയതിക്ക് ശേഷം ജനിച്ചവരും 2007 ജനുവരി 1 വരെ ജനിച്ചവരുമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. പരീക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് സാധാരണ ജനറൽ കാറ്റഗറിക്ക് പരീക്ഷാ ഫീസ്. SC കാറ്റഗറിക്ക് 250, ST കാറ്റഗറിക്ക് 250, OBCക്ക് 500, EWSന് 500 തുടങ്ങിയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പേ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, മറ്റു വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഇതിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇവിടെ വെബ്സൈറ്റ് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറുക. അവിടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSCയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യാം. അല്ലാത്തൊരു പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇതിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 28 ആണ്. ഏപ്രിൽ 28 അർദ്ധരാത്രി 12 മണി വരെയാണ് സമയം. ആ ഒരു വെബ്സൈറ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിജ്ഞാപനത്തിനകത്ത് പറയുന്നത്. ഇനി സിലബസിലേക്കാണ്. അപ്പോൾ പുതിയ സിലബസ് വന്നിട്ടില്ല. പുതിയ സിലബസ് വരുമായിരിക്കും. 2020 കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ വളരെ സാധാരണ PSCയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാം PSCയിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഭാഗങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് സിലബസിലേക്ക് വരികയാണെങ്കിൽ 2020 സിലബസാണ് നമ്മുടെ കയ്യിലുള്ളത്. പുതിയ സിലബസ് വരുന്നേ ഉള്ളൂ. ആ സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തിന് ആനുകാലികം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആദ്യത്തെ പാർട്ട് 1 ആയിട്ട് അതിൽ 35 മാർക്കാണുള്ളത്. 35 മാർക്കിനകത്ത് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സിലെ ചില ഭാഗങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, കലാ സംസ്കാരം ഉണ്ട്, അതുപോലെ ആനുകാലിക വിഷയങ്ങൾ. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 35 മാർക്കാണ് ഉള്ളത്. ദെൻ ജനറൽ ഇംഗ്ലീഷ് ആണ്. ജനറൽ ഇംഗ്ലീഷിനകത്ത് 10 മാർക്കാണുള്ളത്. അത് കഴിഞ്ഞാൽ പാർട്ട് 3 എന്ന് പറയുന്നത് മലയാളമാണ്. അവിടെയും 10 മാർക്കാണ്. ദെൻ ഗണിതം, മാത്സ് ആണ്. അതിലും 10 മാർക്കാണ്. പിന്നെ അടിസ്ഥാന ശാസ്ത്രത്തിനെ 3 ആയിട്ട് തിരിക്കാം. ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട് ആദ്യം. അതിന് 5 മാർക്ക്. ഫിസിക്സ് കെമിസ്ട്രി കൂടിയിട്ട് 5 മാർക്ക്. ദെൻ ബയോളജിക്ക് മാത്രമായിട്ട് 5 മാർക്ക്. അങ്ങനെ മൊത്തം സയൻസിന് 10 മാർക്കുണ്ട്. ദെൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം അതിന് 15 മാർക്ക് വരുന്നുണ്ട്. 15 മാർക്ക് 90 മാർക്കായി. ബാക്കിയുള്ള 10 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയാണ് വരുന്നത്.
ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് 10 മാർക്കാണ്. അപ്പോൾ ക്ഷേത്രവും അതുപോലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 10 മാർക്കാണ് 2020 സിലബസ്. വേണം ചിലപ്പോൾ സിലബസ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നേക്കാം, പക്ഷേ ഏകദേശം PSC യിൽ നിന്നും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് സിലബസ് തന്നെയാണ്. ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, അത്തരം ടോപ്പിക്കുകളിൽ നിന്നെല്ലാം, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, PSC ചോദിക്കുന്ന സാധാരണ ജനറൽ PSC ഉള്ളതുപോലെയാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ വരുന്നത്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് LDC എന്ന് പറയുന്നത് ഒരു സ്വപ്ന ജോലിയായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ, ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിന് ഏകദേശം ഈക്വലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ജോലിയാണ് ഗുരുവായൂർ ദേവസ്വത്തിനകത്തുള്ള LDC എന്ന് പറയുന്ന തസ്തിക. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും പഠിക്കാനും കൂടുതൽ ഓൾറെഡി ഒരു ജോലി കിട്ടുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിനകത്തുള്ള ഒരു ആഗ്രഹമാണ് അല്ലെ. ഗവൺമെന്റ് സർവീസിലേക്ക് കയറുക അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് കയറുക എന്നുള്ളത് ഒരു ബോർഡിന്റെ എക്സാം ആണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയിലേക്ക് അടുത്ത വർഷം നിങ്ങൾക്ക് കയറാൻ പറ്റും. അത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ പറയുന്നത് അതിൽ തന്നെ പഠനം നിർത്തണമെന്നല്ല, ആ ജോലി തന്നെ നിൽക്കണമെന്നുള്ളതല്ല, നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റുക, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കുള്ളൊരു മറുപടി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഗുണം ചെയ്യും. ആ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. എനിക്ക് പറ്റും, എനിക്കിത് സാധിക്കും, അപ്പോൾ ഇനി എനിക്ക് PSC കിട്ടും എന്നുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ, അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അറിയുമോ എന്ന് അറിഞ്ഞൂടാ, കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ കയറിയിട്ടുള്ള LDC ആയിട്ട് കയറിയിട്ടുള്ള ഒരുപാട് പേര് പിന്നീട് വന്ന LDC ലിസ്റ്റിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റുകളും പല ലിസ്റ്റുകളിലും ഉൾപ്പെടുകയും അവരെല്ലാം വേറെ പല നല്ല ജോബുകളിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ ജോബ് മോശമാണെന്നുള്ളതല്ല, ഇതൊരു ബോർഡിന്റെ എക്സാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് PSC യുടെ മറ്റു ജോബുകളിലേക്ക് എത്തുന്ന സമയത്ത് അവിടേക്ക് മാറി പോകാറുള്ളത്. സോ നിങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്നും വെച്ച് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നീട് വരുന്ന പല എക്സാമുകൾ എഴുതാനും നിങ്ങൾക്ക് അതിലേക്ക് നല്ല റാങ്കുകളിലേക്ക് എത്താനും സാധിക്കും. സോ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് നമ്മൾ അഡ്ഹോക് ലേണിംഗിൻ്റെതായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC കോഴ്സിനകത്ത് നമുക്ക് 1499 രൂപയുടെ കോഴ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 50 പേർക്ക് നമ്മൾ 999 രൂപ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന തരത്തിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തീർക്കുന്ന രീതിയിൽ ആപ്പിനകത്ത് Day 1, Day 2, Day 3 അങ്ങനെ ഫോൾഡറുകളായിട്ട് തിരിച്ചിട്ട് ഡെയിലി റിവിഷൻ ടെസ്റ്റ്, വീക്ക്ലി റിവിഷൻ ടെസ്റ്റ്, മന്ത്ലി റിവിഷൻ ടെസ്റ്റ്, ആ തരത്തിലാണ് നമ്മൾ ഈ കോഴ്സ് ക്രമീകരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് റിവിഷൻ ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും എല്ലാം എടുത്ത് പഠിക്കാനായിട്ട് അഡ്ഹോക് ലേണിംഗിന്റെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.